ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹാഫ് എ ഡേ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ കഥയിലെ ഒന്ന് നമ്മൾ റിവൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗോ ഇൻ ബൈ യുവർ സെൽഫ്. വൈ ഡസ് ദ ഫാദർ സേ സോ? എന്തുകൊണ്ടാണ് ഫാദർ ഇവിടെ നീ സ്വന്തമായിട്ട് അങ്ങോട്ടേക്ക് പോകൂ എന്ന് പറയുന്നത്? ദ ഫാദർ സേസ് സോ ബിക്കോസ് ഹി വാണ്ട്സ് ഹിസ് സൺ ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫേസ് ദ ന്യൂ എക്സ്പീരിയൻസ് ഓഫ് സ്കൂൾ ഓൺ ഹിസ് ഓൺ. അപ്പോൾ ഫാദർ ഇവിടെ തൻ്റെ മകൻ ഇൻഡിപെൻഡൻ്റ് ആവണം, അതായത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം അവനിലുണ്ടാവണം. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ആ ഒരു അനുഭവം അവനുണ്ടാവണം. അപ്പോൾ അവനൊരു സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ നറേറ്റേഴ്സ് ഫാദർ എൻകറേജ് ഹിം ആസ് ദേ റീച്ച് ദ സ്കൂൾ? സ്കൂളിലെത്തിയ സമയത്ത് അവനെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ദ നറേറ്റേഴ്സ് ഫാദർ എൻകറേജസ് ഹിം ബൈ ടെല്ലിങ് ഹിം ടു പുട്ട് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. അപ്പോൾ ഇവിടെ പിതാവ് മകനെ പ്രോത്സാഹിപ്പിച്ചത് അവനോട് ഒരു ചിരിച്ച മുഖവുമായി സന്തോഷമായിട്ട് പോവുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കാനുമാണ് ഇവിടെ ഉപദേശിക്കുന്നത്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ റിയാക്ഷൻ ഓഫ് ദി അതർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ ടു ദ ബോയ്? ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ ഈ കുട്ടിയോടുള്ള സമീപനം എന്തായിരുന്നു? അവരുടെ സമീപനം എങ്ങനെയായിരുന്നു തുടക്കത്തിൽ? The other children initially show curiosity and some sympathy towards the boy, especially when they learned that his father brought him to school. അപ്പോൾ അവനോട് ഒരു സിമ്പതി തോന്നി, അതുപോലെ തന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു ആകാംക്ഷയും അവർ കാണിച്ചു. ഹൗ ഡസ് ദ വുമൺ റിയഷ്യൂർ ദ ചിൽഡ്രൻ ഓൺ ദിയർ ഫസ്റ്റ് ഡേ? അപ്പോൾ ഇവിടെ ഈ ഒരു സ്ത്രീ, അതായത് ഇതൊരു അധ്യാപികയാവണം, ഈ അധ്യാപിക എങ്ങനെയാണ് കുട്ടികളെ സമാധാനിപ്പിച്ചത്? ദ വുമൺ റിയഷ്യൂർസ് ദ ചിൽഡ്രൻ ബൈ ടെല്ലിങ് ദം ദാറ്റ് ദ സ്കൂൾ ഈസ് ലൈക്ക് എ ഹോം വിത്ത് എവറിത്തിങ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ഫോർ ലേണിംഗ് ആൻഡ് റിലീജിയൻ. അപ്പോൾ മതപരമായിട്ടും അതുപോലെ തന്നെ വിവരങ്ങൾ നേടാനും സ്കൂൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവരെ സമാധാനിപ്പിച്ചത്. ഷീ എൻകറേജസ് ദം ടു ഡ്രൈ ദെയർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ജീവിതത്തെ സന്തോഷത്തോടെ ഫേസ് ചെയ്യാനും, അപ്പോൾ കരയാതെ കണ്ണുനീരൊക്കെ തുടച്ച് ജീവിതത്തെ നല്ല രീതിയിൽ നേരിടാനും അവർ കുട്ടികളെ ഉപദേശിക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വാട്ട് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ചിൽഡ്രൻ? എന്തൊക്കെ വിഷയങ്ങളാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ദ ചിൽഡ്രൻ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു വേരിയസ് സബ്ജക്ട്സ് ലൈക്ക് ലാംഗ്വേജ്, നമ്പേഴ്സ് ആൻഡ് ദ സ്റ്റോറി ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ സംഖ്യകളെക്കുറിച്ച്, അതായത് ഗണിതവും അതുപോലെ ഭാഷയും ആണ് അവിടെ പ്രധാനമായും പഠിപ്പിച്ചത്. ദേ ഓൾസോ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലേയിങ് ഗെയിംസ്, ചാൻറ്റിങ് സോങ്സ് ആൻഡ് ലേണിംഗ് അബൌട്ട് ദ എർത്ത്സ് ജിയോഗ്രഫി. അപ്പോൾ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ ചില പാട്ടുകളെക്കുറിച്ചും അതുപോലെ ഓരോ ഗെയിമുകൾ കളിക്കാനുള്ള അവസരവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വൈ ഡസ് ദ നറേറ്റർ ഫീൽ എ സെൻസ് ഓഫ് കണ്ടെൻമെൻറ്റ് ആൻഡ് ബിലോങ്ങിങ് വൈൽ അറ്റ് സ്കൂൾ? ഇപ്പോൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഒരു സംതൃപ്തിയും അതുപോലെ സന്തോഷവും ഒക്കെ തോന്നിയത്? The narrator feels content and belonging at school because he makes friends, falls in love and engages in various activities that bring joy and learning. അപ്പോൾ അവന് സന്തോഷം ഉണ്ടാവാനും ഉള്ള കാരണം അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അവന് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, അതുപോലെ തന്നെ അറിവ് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. വൈ വാസ് ദ നറേറ്റർ സ്റ്റാർട്ടിൽഡ്? ഇവിടെ നറേറ്റർ എന്തുകൊണ്ടാണ് ഷോക്ക്ഡ് ആയത് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയത്? ദ നറേറ്റർ വാസ് സ്റ്റാർട്ടിൽഡ് ബിക്കോസ് ഹി റിയലൈസ്ഡ് ദാറ്റ് ദ ഫെമിലിയർ സ്ട്രീറ്റ് ഹി ന്യൂ ഹാഡ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച്ഡ് വിത്തിൻ എ ഷോർട്ട് ടൈം. അപ്പോൾ കുറഞ്ഞ ഒരു സമയം കൊണ്ട്, സ്കൂൾ വിട്ട് തിരിച്ച് വരുന്ന സമയം കൊണ്ട് തനിക്ക് പരിചിതമായ ഈ ഒരു പ്രദേശമാകെ മാറിപ്പോയിരിക്കുന്നു. ഇൻഡിക്കേറ്റിംഗ് ദ റാപ്പിഡ് പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ചേഞ്ചസ് ഇൻ സറൗണ്ടിങ്സ്. ചുറ്റുപാടുമുള്ള മാറ്റവും അതുപോലെ സമയത്തിൻ്റെ കടന്നുപോക്കുമൊക്കെയാണ് ഇദ്ദേഹത്തെ ഇവിടെ അത്ഭുതപ്പെടുത്തിയത്. വൈ ഈസ് ദ നറേറ്റർ ഫ്രസ്ട്രേറ്റഡ് വൈൽ വെയിറ്റിംഗ് അറ്റ് ദ ക്രോസ് റോഡ്സിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആകെ ദേഷ്യപ്പെട്ടത്?
The narrator is frustrated while waiting at the crossroad because he is unable to find his way home amidst the chaotic and unfamiliar surroundings. അപ്പോൾ അപരിചിതമായ ഈ ചുറ്റുപാട് അതിനിടയിലൂടെ എങ്ങനെയാണ് തനിക്ക് വീട്ടിൽ പോകാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോയാലാണ് തൻ്റെ വീട്ടിലേക്ക് എത്തുക എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ചുറ്റുപാട് മാറിപ്പോയിരിക്കുന്നു. ഇനി 9ാമത്തെ ചോദ്യം, ഹൂ ഓഫേഴ്സ് ടു ഹെൽപ്പ് ദ നറേറ്റർ ക്രോസ് ദ സ്ട്രീറ്റ്? ഹൗ ഡസ് ഹി അഡ്രസ് ദ നറേറ്റർ? വൈ ഡസ് ഹി അഡ്രസ് ഹിം സോ? ആരാണ് ഇദ്ദേഹത്തെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചത്? എന്ത് പറഞ്ഞാണ് എന്താണ് അദ്ദേഹത്തെ വിളിച്ചത്? അതുപോലെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വിളിച്ചത്? എ യങ് ബോയ് ഓഫേഴ്സ് ഹെൽപ്പ് ടു ദ നറേറ്റർ ക്രോസ് ദ സ്ട്രീറ്റ്. ഒരു ചെറിയ കുട്ടിയാണ് അദ്ദേഹത്തെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചത്. ഹി അഡ്രസ് ദ നറേറ്റർ ആസ് ഗ്രാൻഡ് ഫാ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. ആസ് എ ഫോം ഓഫ് റെസ്പെക്റ്റ് ഓർ അഫെക്ഷൻ. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിരിക്കാം, അല്ലെങ്കിൽ മുതിർന്ന ഒരു ആളെ ബഹുമാനത്തോടെ അങ്ങനെ വിളിച്ചതാവാം, എന്ത് വേണമെങ്കിലും ആകാം. റിഫ്ലക്റ്റിംഗ് ദ മാൻസ് പെർസെപ്ഷൻ ഓഫ് ദ നറേറ്റർ ആസ് സംവൺ ഓൾഡർ ആൻഡ് ഇൻ നീഡ് ഓഫ് അസിസ്റ്റൻസ്. അപ്പോൾ പ്രായമായ ആളുകളെ സഹായിക്കുക, അവരെ ബഹുമാനിക്കുക തുടങ്ങിയ ഗുണഗണങ്ങൾ എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയായിരിക്കും ഇവിടെ പറയുന്നത്. ഡസ് ദ സ്റ്റോറി കൺവേ ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു എ സെക്കൻഡ് ചൈൽഡ്ഹുഡ്? ഡിസ്കസ്. അപ്പോൾ ഇവിടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കുട്ടിക്കാലത്ത് നിന്ന് വീണ്ടും ഒരു കുട്ടിക്കാലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം: യെസ്, ദ സ്റ്റോറി കൺവേസ് ദ പാസേജ് ഓഫ് ടൈം. സമയത്തിൻ്റെ വേഗത്തിലുള്ള പോക്കിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നിന്ന് രണ്ടാമത്തെ കുട്ടിക്കാലം, അതായത് വാർദ്ധക്യം, പ്രായമായ അവസ്ഥ, അതിലേക്കുള്ള വരവിനെയും സൂചിപ്പിക്കുന്നു. ത്രൂ ദ നറേറ്റേഴ്സ് എക്സ്പീരിയൻസ് അറ്റ് സ്കൂൾ ആൻഡ് ദ സഡൻ റിയലൈസേഷൻ ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ സറൗണ്ടിങ്സ് റിഫ്ലക്റ്റിംഗ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ്. അപ്പോൾ കാലത്തിൻ്റെ ആ ഒരു സൈക്ലിക്കൽ മൂവ്മെൻറ്റ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ വീണ്ടും തിരിച്ച് ഒരവസ്ഥയിലേക്ക് വരുന്ന ആ സൈക്ലിക്കൽ നേച്ചറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്കാലം വീണ്ടും ഒരു കുട്ടിക്കാലം വരികയാണ്, മറ്റുള്ളവരുടെ സഹായത്തോടെ ജീവിക്കേണ്ട ഒരു സ്ഥിതി വരികയാണ്. പ്രായമാകുമ്പോൾ അത് രണ്ടാമത്തെ കുട്ടിക്കാലമായി മാറുകയാണ്. ഇനി ഹൗ ഡസ് ദ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സറൗണ്ടിങ്സ് റെപ്രസെൻറ്റ് ദ നറേറ്റർ സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ? ഈ മാറിയിരിക്കുന്ന ഈ ചുറ്റുപാട് അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷൻ എങ്ങനെയാണ് കൂട്ടുന്നത്? ദ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സറൗണ്ടിങ്സ് റെപ്രസെൻറ്റ് ദ നറേറ്റർ സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ ബൈ ഹൈലൈറ്റിംഗ് ദ റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹിസ് ഫെമിലിയർ എൻവയൺമെൻറ്റ്. ഇദ്ദേഹത്തിന് സുപരിചിതമായ ഈ ചുറ്റുപാട് ഇത്ര വളരെ പെട്ടെന്ന് റാപ്പിഡായി ഇവിടെ മാറിയിരിക്കുകയാണ്. ലീവിങ് ഹിം ഡിസോറിയൻറ്റഡ് ആൻഡ് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഹിസ് വേ ഹോം. വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, ആകെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. There is no reference to the name of characters or locale of the story. What could be the reason for this? അപ്പോൾ ഈ ഒരു കഥ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ കഥയിൽ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിട്ടില്ല, അതുപോലെ എവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ള ഒരു ലൊക്കേഷനെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല, ലൊക്കേലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? ദി ആബ്സെൻസ് ഓഫ് സ്പെസിഫിക് നെയിംസ് ഓർ ലൊക്കേൽസ് ഇൻ ദ സ്റ്റോറി മേ സജസ്റ്റ് ദാറ്റ് ദ എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ് ഡെപ്പിക്റ്റഡ് ആർ യൂണിവേഴ്സൽ. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലായിടത്തും, ലോകത്തെ എല്ലായിടത്തുമുള്ള ഒരു സംഭവം തന്നെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ കഥയിൽ പേരും സ്ഥലവും ഒന്നും കൊടുക്കാത്തത്. അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എനി വൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട് ഓർ ലൊക്കേഷൻ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഈ അവസ്ഥകൾ ഉണ്ട്. അത് സ്ഥല വ്യത്യാസം ഇല്ലാതെ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ പേരോ സ്ഥലമോ കൊടുക്കാതിരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡു ദ ആക്ഷൻസ് ഓഫ് ദ നറേറ്റർ ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദെൻ ഹോൾഡിംഗ് ദ ഹാൻഡ് ഓഫ് അനദർ ചൈൽഡ് അറ്റ് ദ എൻഡ് സിംബലൈസ് അൻ എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്? വൈ ഈസ് ദ നറേറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻസ്? അപ്പോൾ തുടക്കത്തിൽ കുട്ടി ഒരാളുടെ കയ്യിൽ പിടിക്കുന്നു, അവസാനമാകുമ്പോൾ ഒരു വൃദ്ധനായി മാറി വേറൊരു കുട്ടിയുടെ സഹായം തേടുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ എന്ത് സവിശേഷതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക? നമുക്കങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? യെസ്, ദി ആക്ഷൻ സിംബലൈസ് ദ സൈക്കിൾ ഓഫ് ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ പരസ്പരം
സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. വേർ ഇൻഡിവിജ്വൽസ് ട്രാൻസിഷൻ ഫ്രം റിലയിങ് ഓൺ അതേഴ്സ് ഫോർ സപ്പോർട്ട് ടു പ്രൊവൈഡിങ് സപ്പോർട്ട് ടു അതേഴ്സ്. ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക. The narrator may find happiness in both situations as they represent different stages of life. അപ്പോൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ അച്ഛൻ്റെ സഹായം തേടുന്നു, പ്രായമാകുമ്പോൾ കുട്ടിയുടെ സഹായം തേടുന്നു. ആൻഡ് ദ കണക്ഷൻ ഫോംഡ് വിത്ത് അതേഴ്സ്, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഈ പറയുന്ന 13 ചോദ്യങ്ങൾ നമ്മൾ നോട്ട്ബുക്കിലോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ഒരു സ്റ്റോറി നമ്മളൊന്ന് റീകളക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതിയാകും.